വെൽക്കം ബാക്ക് ടു dinewithann. ഇനി നമുക്ക് നല്ല നാടൻ ലൂബിക്ക ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അഥവാ സ്ക്രാംബറി ചമ്മന്തി. നമ്മുടെ നാടൻ രീതിയിൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ലൂബിക്ക ഉപ്പിലിട്ടതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചാറോട് കൂടി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു 8 മുതൽ 10 എണ്ണം വരെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചുകൂടി ചെറുതാക്കി വേണമെങ്കിൽ അരിയാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞരടി ആ ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കാതെ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്കിങ്ങനെ ഉടച്ചെടുക്കാനായിട്ട്. ഈ ലൂബിക്ക ഉപ്പിലിടാനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ലൂബിക്ക നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുക. അതിൽ വെള്ളാംശം ഒട്ടും പാടില്ല. എന്നിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ആ വെള്ളം നന്നായി ചൂടാറി കഴിഞ്ഞപ്പോൾ ഈ ലൂബിക്കയുടെ മീതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ചില്ല് കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൊറുക്ക കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതായത് വിനാഗിരി. എന്നിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 5 കാന്താരി മുളക് ഉപ്പിലിട്ടത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതും ആ സെയിം പ്രോസസ്സിൽ ഇട്ടതാണ്. അതിന്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ മുകളിൽ ഐക്കാർഡിലും കൊടുത്തേക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി കാന്താരി മുളക് ഒന്നുമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതിയോ. ഇനി എല്ലാം കൂടി നമുക്ക് വീണ്ടും നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എരിവ് ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കൈയൊക്കെ പുകയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ലൂബിക്ക ഉപ്പിലിട്ടതാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കാന്താരി മുളകും ഉപ്പിലിട്ടാണ് എടുത്തിരിക്കുന്നത്. രണ്ടിലും നന്നായിട്ട് ഉപ്പുണ്ട്. എന്നിരുന്നാലും ചുവന്നുള്ളി നന്നായിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നമ്മുടെ നാടൻ ചമ്മന്തിക്കൊക്കെ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുക, അല്ലേ? അപ്പൊ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. എന്നാൽ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഉപ്പിലിട്ട ലൂബിക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഉപ്പിലിട്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് കിട്ടുകയാണെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് കൂടുതൽ പുളി ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലൂബിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്. വേറെ ഒരു കറിയും നമുക്ക് വേണ്ടി വരില്ല. ഈ ഒരു ചമ്മന്തി 1 സ്പൂൺ മാത്രം മതിയാവും. നമുക്ക് എത്ര വേണമെങ്കിലും ചോറുണ്ടാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. എന്റെയൊക്കെ വീട്ടില് പണ്ട് കാലം മുതൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ള ചമ്മന്തിയാണ് കേട്ടോ. പണ്ടൊക്കെ മമ്മിയൊക്കെ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനൊക്കെ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാനും തുടങ്ങി. ഇപ്പോഴും ഇത് കിട്ടിക്കഴിഞ്ഞാൽ വിടില്ല. അപ്പൊ ഇങ്ങനെ ലൂബിക്ക ഉപ്പിലിട്ടത് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ചമ്മന്തി ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.